ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടുവാംസസ്തനൂഭിः വ്യശേമ ദേവഹിതം യദായുഃ ഭദ്രം നോ അഭിവാദയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. മുണ്ടക ഉപനിഷത്തിലെ രണ്ടാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ രണ്ടാമത്തെ മന്ത്രം. ദിവ്യോഹമൂർത്ത പുരുഷ സ ബാഹ്യാഭ്യന്തരോഹ്യജ അപ്രാണോഹ്യമനാ ശുഭ്രോഹ്യക്ഷരാത് പരതഃ പര. ഹി എന്തെന്നാൽ പുരുഷൻ, ദിവ്യനും ദ്യോതനസ്വരൂപനും, അമൂർത്തനും യാതൊരു മൂർത്തീഭാവമില്ലാത്തവനും, സബാഹ്യാഭ്യന്തര അകത്തും പുറത്തും ഒന്നായിരിക്കുന്നവനും, അജനും ജന്മം മുതലായ ഭാവവികാരങ്ങൾ ഒന്നും ഇല്ലാത്തവനും, പ്രാണവായു ഇല്ലാത്തവനും, മനസ്സ് എന്നതും ഇല്ലാത്തവനും, ശുഭ്രനും ശുദ്ധനും, പരനായ തൻ്റെ വികാരങ്ങളെക്കാൾ പരനായ, അക്ഷരനേക്കാൾ പരനും ആകുന്നു. നാമരൂപങ്ങൾക്ക് ബീജഭൂതവും അവ്യാകൃതമെന്ന് പേരോടുകൂടിയതും തൻ്റെ വികാരങ്ങളെക്കാൾ പരവും കൂടുതലും ആയ അക്ഷരത്തേക്കാൾ പരവും ഉപാധിഭേദങ്ങളൊന്നുമില്ലാത്തതും ആകാശത്തെപ്പോലെ സർവമൂർത്തിവർജിതവും നേതി ഇത്യാദി വിശേഷണങ്ങളെ കൊണ്ട് വിവരിക്കപ്പെടുന്നതുമായ അക്ഷരസ്വരൂപത്തെ തന്നെ പറവാനായി ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്. അവൻ ദിവ്യനാണ്, സ്വയം ജ്യോതിസ്സായതുകൊണ്ട് ജ്യോതിസ്വരൂപനാണ്. തൻ്റെ ആത്മാവിലുള്ളവനെന്നോ അലൗകികനെന്നോ കൂടി അർത്ഥം പറയാം. യാതൊരു തരത്തിലുള്ള മൂർത്തീഭാവവും അവനില്ല. പൂർണ്ണനായതുകൊണ്ട് ശരീരത്തിൽ ശയിക്കുന്നതുകൊണ്ടും അവനെ പുരുഷൻ എന്ന് പറയുന്നു. പൂർണ്ണനായി പുരത്തിൽ ശയിക്കുന്നവൻ പുരുഷൻ. ഇവൻ പുറത്തും അകത്തും ഒന്നായി സ്ഥിതി ചെയ്യുന്നു. ഇവൻ ഒന്നിൽ നിന്നും ജനിക്കുന്നവൻ അല്ല. എന്തെന്നാൽ ജലബുദ്ബുദം, ജലത്തിലെ കുമിള മുതലായവയ്ക്ക് പോലെയും കുമിള വേഗം നഷ്ടപ്പെട്ടു പോകും. നഭസ്സിൻ്റെ സുഷിരഭേദങ്ങൾ ഘടാതി പോലെയും അവന് ജന്മനിമിത്തമായിട്ട് വേറൊന്നില്ല. എല്ലാ ഭാവവികാരങ്ങളും ജനനം നിമിത്തം ഉണ്ടാകുന്നവയാകയാൽ ജന്മത്തെ നിഷേധിച്ചതുകൊണ്ട് അവയും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. ജന്മമില്ലെങ്കിൽ ഭാവം ഇല്ല എന്നർത്ഥം. ജനനമോ ജരയോ മരണമോ ക്ഷയമോ ചലനമോ ഇല്ലാത്തവനാണ് ഈ പുരുഷൻ എന്ന് സാരം. ദേഹാത്യുപാധികൾ നിമിത്തമുള്ള ഭേദങ്ങളെ വാസ്തവം എന്ന് വിചാരിക്കുന്നവർക്ക് അവിദ്യ നിമിത്തം ആകാശത്തിന് തലവും മലവും മറ്റുമുണ്ടെന്ന് തോന്നുന്നതുപോലെ ഈ പുരുഷൻ ഓരോ ദേഹത്തിലും പ്രാണൻ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ മുതലായവയോടുകൂടി ഇരിക്കുന്നത് പോലെ ഇരിക്കുന്നു എങ്കിലും പരമാർത്ഥദർശികൾക്ക് വാസ്തവത്തിൽ പല ക്രിയാശക്തികളോടുകൂടിയ ചലനസ്വരൂപമായ വായുവാകട്ടെ പലതരത്തിലുള്ള അനേകം ജ്ഞാനശക്തികളുള്ളതും സങ്കല്പം മുതലായ ലക്ഷണങ്ങളോട് കൂടിയ മനസ്സാകട്ടെ ഇല്ലാത്തവനാണെന്ന് അറിയാം. അപ്പോൾ ഇതിന് മനസ്സ്, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ ഇതൊന്നും ഇല്ല. ഇതുകൊണ്ട് പ്രാണൻ മുതലായ വായുഭേദങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും ബുദ്ധിയും മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയണം. ഈ അർത്ഥത്തെ തന്നെ ധ്യായതീവ ലേലായതീവ എന്ന് വേറെ ശ്രുതിയിലും പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെ പ്രാണനും മനസ്സും എന്ന ഉപാധികൾ രണ്ടും ഇല്ലാത്തതുകൊണ്ട് ആ പരംപുരുഷൻ ശുദ്ധനാകുന്നു. അതിനാൽ നാമരൂപങ്ങളുടെ ബീജമായ ഉപാധിയായി അറിയപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയതും എല്ലാ കാര്യകാരണങ്ങൾക്കും ബീജം ആയിരിക്കുന്നതിനാൽ എല്ലാ വികാരങ്ങളെക്കാളും പരവും ഉയരത്തിലുള്ളതും മറ്റൊന്നായതും ഉയരത്തിലുള്ളതും അവ്യാകൃതമെന്ന പേരോടുകൂടിയ അക്ഷരത്തേക്കാൾ പരനും ആകുന്നു. ഉയർച്ചയിൽ ഉയരെ ഉള്ളവനാകുന്നു. പുരുഷൻ യാതൊരു ഉപാധിയുമില്ലാത്തവനാണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ പുരുഷനിലാണ് സംവ്യവഹാരത്തിന് വിഷയവും ആകാശമെന്ന് പറയുന്നതുമായ അക്ഷരം മായാതത്വം ഊടും പാവും എന്ന രീതിയിൽ പിടഞ്ഞു ചേർന്നിരിക്കുന്നത്. ഈ പുരുഷന് പ്രാണാദികൾ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. പ്രാണൻ മുതലായവ അവ ഉണ്ടാകുന്നതിന് മുമ്പ് പുരുഷനെ പോലെ അവയുടെ സ്വന്തം രൂപത്തിലുണ്ടെങ്കിൽ പുരുഷന് പ്രാണാദികൾ ഉണ്ടെന്ന് പറയാവുന്നതാണ്. എന്നാൽ പ്രാണാദികളുടെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ അവ പുരുഷനെ പോലെ സ്വന്തം രൂപത്തിൽ ഇല്ല. അതിനാൽ അപ്പോൾ പുത്രൻ ഉണ്ടാകുന്നതിന് മുമ്പ് ദേവദത്തന് പുത്രൻ ഇല്ലെന്ന് പറയുന്നത് പോലെ പുരുഷന് പ്രാണാദികൾ ഇല്ലെന്ന് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പുരുഷനെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പുരുഷൻ ആരാണെന്ന് പറഞ്ഞു. പുരത്തിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. ശരീരത്തിൽ പൂർണ്ണമായി ശയിക്കുന്നത് കൊണ്ടാണ് പുരുഷൻ എന്ന് പറയുന്നത്. അകത്തും പുറത്തും ഒന്നായി സ്ഥിതി ചെയ്യുന്നവനാണ്. ഒന്നിൽ നിന്നും ജനിക്കുന്നില്ല. വെള്ളത്തിലെ കുമിള പോലെ പെട്ടെന്ന് ഇല്ലാതെ ആകും. നഭസ്സിൻ്റെ സുഷിരഭേദങ്ങൾ ഘടാദികൾ ജന്മനിമിത്തമായി വേറൊന്നില്ല എന്ന് നമുക്ക് തോന്നും. എന്നാൽ ഇവന് എല്ലാത്തിലും ഉണ്ട് എങ്കിലും ആത്മസ്വരൂപമായി ഉണ്ട് എന്ന് നമുക്ക് വിചാരിക്കുന്നുണ്ടെങ്കിലും ആ പുരുഷൻ എന്ന് പറയുന്ന പുരത്തിൽ ശയിക്കുന്നവനായിരിക്കുന്ന പുരുഷന് ജനനമോ ജരയോ മരണമോ ക്ഷയമോ ചലനമോ ഒന്നുമില്ല, മനസ്സുമില്ല. ഓരോ ദേഹത്തിലും പ്രാണൻ, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ എന്നിവയെല്ലാം ഇരിക്കുമ്പോൾ ആ പരമാർത്ഥമായിരിക്കുന്ന ആ പുരുഷന് ഇതൊന്നും ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ബുദ്ധിയും മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും ഒന്നും ഇല്ലാത്തവനാണ് പുരുഷൻ എന്ന് പറയുകയാണ് ഈ മന്ത്രത്തിലൂടെ ചെയ്യുന്നത്.